2000 വർഷങ്ങളായിട്ട് തന്നെ ചരിത്രകാരന്മാരും നിരീശ്വരവാദികളും ക്രിസ്ത്യാനികളോട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അതെ, യേശു മരിച്ചപ്പോൾ ദേശമെല്ലാം ഇരുണ്ടുപോയെന്ന് പറയുന്നുണ്ടല്ലോ. ബൈബിളിന് പുറത്ത് ആരും തന്നെ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്താത്തതിന്റെ കാരണം എന്താ? ഇതിന്റെ ചരിത്രപരമായ തെളിവ് എവിടെ? ഇത് ശരിക്കും സംഭവിച്ചതാണെങ്കിൽ അന്നത്തെ കാലത്തെ വലിയ സാമ്രാജ്യങ്ങളായ റോം, ഈജിപ്റ്റ്, ചൈന ഇവരൊന്നും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയാവോ? അതെ, അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള തെളിവുകൾ നൂറ്റാണ്ടുകളായി യെരുശലേമിൽ നിന്ന് 7000 കിലോമീറ്റർ അകലെയുള്ള ഒരു സാമ്രാജ്യത്തിന്റെ ചരിത്രരേഖാ ശേഖരണത്തിൽ മറഞ്ഞിരിക്കുന്നു. ഈ വീഡിയോയിൽ ഒരു ഇതിഹാസത്തെക്കുറിച്ചല്ല പറയുന്നത്. ഹാൻ രാജവംശത്തിന്റെ വാർഷിക വൃത്താന്തം, അതായത് ഓരോ വർഷവും സംഭവിക്കുന്ന കാര്യങ്ങളെ ഒരു ടൈം ലൈൻ പോലെ രേഖപ്പെടുത്തി വെക്കുന്ന അവിടത്തെ ഔദ്യോഗിക സർക്കാർ രേഖകളാണത്. പുരാതന ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ ബെത്ലഹേമിലെ നക്ഷത്രത്തെ കണ്ടു എന്ന് മാത്രമല്ല, യേശു ക്രൂശിൽ മരിച്ച സമയത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇതിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചക്രവർത്തി അന്ന് എഴുതിയത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രവചനങ്ങളിലൊന്നാണ്. ചൈനക്കാർ യേശുവിന്റെ മരണം എങ്ങനെ മനസ്സിലാക്കി എന്നത് അറിയുന്നതിന് മുമ്പ് ആദ്യം തന്നെ പരമ്പരാഗതമായിട്ട് നാം വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ പുരാതന ചൈനക്കാർ ഡ്രാഗൻ, ബുദ്ധപ്രതിമ, ആയിരക്കണക്കിന് പുറജാതീയ ദൈവങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു ജനമായിട്ടാണ് നാം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ബുദ്ധമതത്തിനും താവോയിസത്തിനും മുമ്പുള്ള ഒരു കാലഘട്ടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ പുസ്തകങ്ങൾ പലപ്പോഴും അവഗണിക്കുന്ന ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4000 വർഷത്തിലേറെയായിട്ട് ചൈനക്കാർ ഏകസത്യ ദൈവത്തെ ആയിരുന്നു വിശ്വസിച്ചിരുന്നത്. അവർ ഒരു ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അവർ ആ ദൈവത്തെ ഷാങ്ഡി എന്നാണ് വിളിച്ചിരുന്നത്. അതിന്റെ അർത്ഥം സ്വർഗത്തിന്റെ പരമോന്നത ചക്രവർത്തി, സകലത്തിന്റെയും മീതെയുള്ള പരമാധികാരി, രൂപമില്ലാത്തവൻ, ആത്മാവ് എന്നാണ്. ഇതിന്റെ തെളിവ് ഇന്നും ബീജിംഗിന്റെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതാണ് ദ ടെമ്പിൾ ഓഫ് ഹെവൻ. ലോകത്തിലെ തന്നെ വലിയ വാസ്തുവിദ്യ അത്ഭുതങ്ങളിൽ ഒന്നാണത്. എന്നാൽ ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് എന്ന് അറിയാവോ? അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഒരു പ്രതിമയോ സ്വർണ്ണ വിഗ്രഹമോ പെയിന്റിങ്ങോ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യ കൈപ്പണികൾ കൊണ്ട് പ്രതിനിധീകരിക്കാൻ കഴിയാത്തത്ര വലിയൊരു ദൈവമായിട്ടാണ് ഈ ഷാങ്ഡിയെ അവർ കണക്കാക്കിയിരുന്നത്. ഒരു വിഗ്രഹവും നിനക്കുണ്ടാകരുത് എന്ന് ഇസ്രായേലിലെ ദൈവം മോശയോട് പറഞ്ഞതുപോലെ തന്നെയാണത്. എന്നാൽ ഇതിലും അവിശ്വസനീയമായ ഒരു കാര്യം കൂടിയുണ്ട്. വർഷത്തിലൊരിക്കൽ ചൈനയിലെ ചക്രവർത്തി സ്വയം ശുദ്ധീകരിച്ച് അതിർത്തിയാഗം, അതായത് ബോർഡർ സാക്രിഫൈസ് എന്നറിയപ്പെടുന്ന ഒരു ചടങ്ങ് ചെയ്യുമായിരുന്നു. അവരെന്താണ് അതിന് ബലിയർപ്പിച്ചിരുന്നത് എന്നറിയാവോ? ഒരു കുറവുമില്ലാത്ത ഒരു കാളയെ രക്തം ചൊരിയപ്പെടുന്ന സമയത്ത് പുരാതന പ്രാർത്ഥനകൾ പറയുമായിരുന്നു. അതിൽ ഇങ്ങനെയൊരു വാക്കും കൂടി അവർ പറയുമായിരുന്നു: നീ ആകാശത്തെയും ഭൂമിയെയും എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ചു, നീ സകലത്തെയും ഭരിക്കുന്നു എന്ന്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. വിഗ്രഹങ്ങളില്ലാത്തൊരു ക്ഷേത്രം, സൃഷ്ടാവായ ഒരേ ഒരു ദൈവം, പാപമോചനത്തിന് വേണ്ടി ഒരു കുറവില്ലാത്ത ഒരു കാളയുടെ ബലി. ഇത് കേൾക്കുമ്പോൾ പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം വായിക്കുന്നത് പോലെ തോന്നും, അല്ലേ? പുരാതന ചൈനീസ് ജനം നോഹയുടെ ദൈവത്തിന്റെ ഓർമ്മ നിലനിർത്തിയിരുന്നു. പാപത്തിന് രക്തത്തിന്റെ വില ആവശ്യമാണെന്ന് അവർക്ക് അറിയായിരുന്നു. അവർക്ക് പിതാവായ ഷാങ്ഡിയെ അറിയാവുന്നതുകൊണ്ട് പുത്രന്റെ മരണത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞു. എന്നാൽ ജ്യോതിശാസ്ത്രപരമായ തെളിവുകളെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പ് അതിലും ആഴത്തിലുള്ള ഒരു തെളിവ് നമുക്ക് നോക്കാം. ഓരോ ചൈനക്കാരും ഇത് മനസ്സിലാകാതെ തന്നെ എല്ലാ ദിവസവും അതിനെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ അക്ഷരങ്ങളിൽ തന്നെ മറഞ്ഞിരിക്കുന്നുണ്ട്. ആശയവിനിമയം നടത്താൻ കഴിയുന്ന രീതിയിലുള്ള ചിത്രങ്ങളെ പോലെയാണത്. ഏറ്റവും പഴയ അക്ഷരങ്ങൾ ബൈബിളിലെ ഉൽപ്പത്തിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. അതിൻ്റെ 3 ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് നോക്കാം. കപ്പൽ എന്ന് പറയുന്നതിൻ്റെ അക്ഷരം ഒന്ന് നോക്കിക്കേ. കപ്പലിൻ്റെ പ്രതീകം, അതിൻ്റെ കൂടെ 8 എന്നും കൂടെ മൗത്ത് എന്നും എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 8 എന്നാണ്. അതായത് 8 ആളുകളുള്ള ഒരു കപ്പൽ. 8 എന്ന് വരാനുള്ള കാരണം എന്താണ്? ചൈനക്കാർക്ക് അപ്പോൾ ബൈബിളിനെ കുറിച്ച് അറിയില്ലായിരുന്നെങ്കിൽ കപ്പലിൻ്റെ പുരാതന അക്ഷരത്തിൽ നോഹയുടെ പെട്ടകത്തിലെ യാത്രക്കാരുടെ കൃത്യമായ എണ്ണം അടങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നോഹയുടെ പെട്ടകത്തിലും 8 പേരുണ്ടായിരുന്നു. നോഹ, അവൻ്റെ ഭാര്യ, 3 ആൺമക്കൾ, അവരുടെ 3 ഭാര്യമാർ. ഇനി രണ്ടാമത്തേത് നോക്കിക്കേ. പ്രലോഭനം അല്ലെങ്കിൽ പിശാച് എന്നതിന് ഉപയോഗിക്കുന്ന യമ്മോ എന്ന വാക്ക്. ഇത് ശരിക്കും നമ്മെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ആ അക്ഷരത്തിൻ്റെ രൂപം ഒന്ന് നോക്കിക്കേ. ഒരു മരം, ഒരു മൂടുപടം, 2 വ്യക്തികൾ, പിന്നെ പിശാചും കൂടെ ചേർന്നതാണ് ഈ വാക്ക്. പിശാചിൻ്റെ കൂടെ ഒരു മരത്തിൻ്റെ താഴെ 2 ആളുകൾ. ഇത് ഏദൻ തോട്ടത്തിൻ്റെ കൃത്യമായൊരു ചിത്രമാണ്. ഇനി മൂന്നാമത്തേത് നോക്കാം. നീതിയുടെ കഥാപാത്രം, അതായത് ഈ എന്ന വാക്ക്. ആ വാക്കിൻ്റെ ഏറ്റവും മുകളിൽ കുഞ്ഞാടിൻ്റെ പ്രതീകം.
താഴെ ഐ എന്നതിൻ്റെ പ്രതീകമാണ്. അതിന് ഞാൻ എന്നാണ് അർത്ഥം. പുരാതന ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം നീതിമാനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം കുഞ്ഞാട് എൻ്റെ മുകളിലായിരിക്കുന്നു, കുഞ്ഞാട് എന്നെ സംരക്ഷിക്കുന്നു എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ ദൈവശാസ്ത്രമാണ്. എൻ്റെ പ്രവൃത്തി കാരണം ഞാൻ നീതിമാനായി എന്നല്ല, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ നീതിമാനാകുന്നു എന്ന്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? അവിടെ പലരെയും ദൈവം നേരത്തെ തന്നെ സ്പർശിച്ചിട്ടുണ്ട്. ഈ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇനി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇനി പുരാവസ്തു ശാസ്ത്രത്തിൽ നിന്ന് മാറി ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. രാജവംശത്തിന്റെ വാർഷിക വൃത്താന്ത രേഖകൾ നമുക്ക് നോക്കാം. ഇതൊക്കെ സത്യമാണോ? ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രേഖകളാണോ? ഇത് കറക്റ്റാണോ എന്നൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പുരാതന ചൈനയിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഹോബിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ലായിരുന്നു. അത് രാജ്യത്തിൻ്റെ തന്നെ ഒരു കാര്യമായിരുന്നു. ചക്രവർത്തിയുടെ അധികാരം തന്നെ സ്വർഗത്തിൻ്റെ കൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. 24 മണിക്കൂറും ആകാശം വീക്ഷിക്കുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാരുള്ള ഒരു ജ്യോതിശാസ്ത്ര വകുപ്പ് തന്നെ ആ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. അവർ അതിൽ തീക്ഷ്ണതയുള്ളവരായിരുന്നു. യൂറോപ്യന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹാലീസ് കോമറ്റ് എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രം കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ആ രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പടിഞ്ഞാറൻ ജനത അവഗണിച്ച സൂപ്പർനോവാക്കളെ അവർ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വ്യക്തമായ വിശദാംശങ്ങളും അവർക്കുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ശിക്ഷ എന്ന് പറയുന്നത് മരണമായിരുന്നു. ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ ഒരു ഗ്രഹണം ശ്രദ്ധിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രവചനം തെറ്റിക്കഴിഞ്ഞാലോ അയാൾക്ക് വധശിക്ഷ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ രേഖകൾ വായിക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ ഉറപ്പാണ്. അവരത് ശരിക്കും കണ്ടതുകൊണ്ടാണ് എഴുതിയത്. ആ വാക്കുകൾ എഴുതുന്നതിന് മുമ്പ് 1000 തവണ അവർ അത് പരിശോധിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ വളരെയധികം ചരിത്രപരമായ മൂല്യമുള്ളതാണ്. ക്രിസ്തു ജനിച്ച BC 5 അല്ലെങ്കിൽ 4 കാലഘട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മത്തായിയുടെ സുവിശേഷം നമ്മോട് പറയുന്നത് കിഴക്ക് നിന്ന് ഒരു നക്ഷത്രത്തെ കണ്ട് പിന്തുടർന്ന് വിദ്വാൻമാർ വന്നു എന്നാണ്. പല നിരീശ്വരവാദികളും പറയുന്നത് അതൊരു കെട്ടുകഥ മാത്രമാണ് എന്നും ആരും ആ നക്ഷത്രത്തെ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നുമാണ്. അപ്പോൾ ഇത് ശരിക്കും സംഭവിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഹാൻ രാജവംശത്തിന്റെ വാർഷിക വൃത്താന്തത്തിൽ ജ്യോതിശാസ്ത്രത്തിനു വേണ്ടി ഒരു ഭാഗമുണ്ട്. അതിൽ വളരെ കൃത്യമായി ഒരു കാര്യത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ജിയാംപിങ് കാലഘട്ടത്തിന്റെ 2ാം വർഷം 2ാം മാസത്തിൽ ഒരു ഹുയാങ്സിങ് നക്ഷത്രം, അതായത് ഒരു വാൽ നക്ഷത്രം ഓൾട്ടയറിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ഓൾട്ടയർ എന്ന് പറയുന്നത് നക്ഷത്ര സമൂഹത്തിൽ നല്ല പ്രകാശമുള്ള നക്ഷത്രങ്ങളിൽ 12ാം സ്ഥാനത്തുള്ളതാണ്. 70 ദിവസത്തിൽ കൂടുതൽ അതിനെ കാണാൻ പറ്റുമായിരുന്നു എന്ന് ഈ രേഖകൾ പറയുന്നുണ്ട്. പേർഷ്യയിൽ നിന്ന് യെരുശലേമിലേക്ക് ഈ വിദ്വാൻമാരുടെ യാത്രാ സംഘം യാത്ര ചെയ്ത സമയമാണിത്. ബെത്ലഹേം ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഉറങ്ങുന്ന സമയത്ത് ഈ ജ്യോതിശാസ്ത്രജ്ഞർ പ്രപഞ്ചത്തിന്റെ രാജാവ് എത്തിയെന്ന സൂചന കണ്ടെത്തി. ജനനം പ്രത്യാശയുടെ അടയാളമായിരുന്നെങ്കിൽ മരണം പ്രപഞ്ച ഭീകരതയുടെ അടയാളമായിരുന്നു. നാം ഇപ്പോൾ ഇതിന്റെ പ്രധാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ചില രേഖകൾ പറയുന്നതനുസരിച്ച് ഇത് AD 26 അല്ലെങ്കിൽ AD 31 ആണ്. ഏപ്രിൽ മാസം യെരുശലേമിൽ അന്ന് ഉച്ച സമയം യേശുവിനെ ക്രൂശിൽ തറച്ചു. സുവിശേഷങ്ങൾ പറയുന്നത് ഉച്ച മുതൽ 3 മണിവരെ ദേശം മൊത്തം ഇരുണ്ടുപോയി എന്നാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതിനെക്കുറിച്ച് നിരീശ്വരവാദികൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അവർ പറയുന്നത് ഇത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യമാണ്. കാരണം യേശു പെസഹ ദിവസത്തിന് മുമ്പാണ് മരിച്ചത്. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ വരുന്ന സമയത്താണ് പെസഹ വരുന്നത്. പൂർണ്ണചന്ദ്രൻ വരുമ്പോൾ ഒരിക്കലും സൂര്യഗ്രഹണം ഉണ്ടാകില്ല എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതെല്ലാം ശരിയാണ്. സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ കടന്നുപോകും. പക്ഷേ ഈ പെസഹ സമയത്ത് ചന്ദ്രൻ ഭൂമിയുടെ പിന്നിലാണ്, അതായത് ഓപ്പോസിറ്റ് സൈഡിലാണ് അത് ഉണ്ടാകുക. ജ്യോതിശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ദിവസത്തിൽ ഒരിക്കലും സൂര്യഗ്രഹണം ഉണ്ടാവില്ല. പക്ഷേ ആ ദിവസത്തെക്കുറിച്ച് ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ എഴുതിയ രേഖകളൊന്ന് ശ്രദ്ധിച്ചേ. ഔദ്യോഗിക രേഖയായ ദ ക്രോണിക്കിൾസ് ഓഫ് ദി എംപറർ ഗുവാങ്ങു ഡേ ഓഫ് ഗുഗായ്, ഗുഹായ് ദിവസത്തിൽ സംഭവിച്ച ഗ്രഹണം. സൂര്യഗ്രഹണം അന്ന് ഉണ്ടായി. സൂര്യനും ചന്ദ്രനും ഒരേപോലെ മാഞ്ഞുപോയി. ആകാശവും ഭൂമിയും മഷി പോലെ ഇരുണ്ടുപോയി. നിങ്ങളത് ശ്രദ്ധിച്ചോ? സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് മൂടപ്പെട്ട ഒരവസ്ഥ. ഒരു ഗ്രഹണം എങ്ങനെ സംഭവിക്കും എന്നൊക്കെ നല്ല അറിവുള്ളവരായിരുന്നു ഈ ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ. അത് കാരണം തന്നെ ഈ ഒരു സംഭവം അവരെ വല്ലാതെ ഭയപ്പെടുത്തി. അവിടെ ചന്ദ്രനല്ല സൂര്യനെ മൂടിയിരുന്നത്. അന്ന് ഉച്ച സമയത്ത് ലോകത്തെ വിഴുങ്ങിയത് ഭയങ്കര കട്ടിയുള്ള, ആർക്കും വിശദീകരിക്കാനാകാത്ത രീതിയിലുള്ള ഒരു അമാനുഷിക അന്ധകാരമായിരുന്നു. പ്രപഞ്ചം തന്റെ സൃഷ്ടാവിന്റെ മരണത്തോട് പ്രതികരിക്കുമായിരുന്നു. എന്നാൽ ഇതിനകത്തുള്ള ഏറ്റവും അവിശ്വസനീയമായ ഭാഗം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഗുവാങ്ങു ചക്രവർത്തി നല്ല ശക്തനായ മനുഷ്യനായിരുന്നു. പക്ഷേ ആ ഇരുട്ട് കാരണം അദ്ദേഹം ഭയങ്കരമായിട്ട് പേടിച്ചുപോയി.
ചൈനീസ് സംസ്കാരത്തിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം അർത്ഥമാക്കുന്നത് സ്വർഗം കോപിക്കുന്നു എന്നാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പൊതുവെ ചക്രവർത്തിമാർ അവരുടെ മന്ത്രിമാരുടെ മേൽ കുറ്റം ചുമത്തും. അതാണ് പതിവ്. പക്ഷേ ജനത്തെ ശാന്തമാക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു ഔദ്യോഗിക ഉത്തരവൊന്ന് നോക്കിക്കേ. ഇങ് യാങ്, അതായത് ചന്ദ്രനും സൂര്യനും പരസ്പരം തെറ്റിപ്പോയി. സൂര്യനും ചന്ദ്രനും ഗ്രഹണം ചെയ്തിരിക്കുന്നു. എല്ലാവരുടെയും പാപങ്ങൾ ഇപ്പോൾ ഒരു മനുഷ്യന്റെ തലയിലാണ്. ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാവർക്കും പാപമോചനം ലഭിച്ചിരിക്കുന്നു. ഇതൊന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരുടെയും പാപങ്ങൾ ഒരു മനുഷ്യന്റെ തലയിലാണ്. ഈ ചക്രവർത്തി ഇത് എങ്ങനെ അറിഞ്ഞു? യെരുശലേമിൽ ഈ സമയത്ത് തന്നെ യേശു ലോകത്തിന്റെ പാപങ്ങൾ വഹിച്ചു. ചൈനയിൽ ദൈവത്താൽ പ്രേരിതനായ ഒരു പുറജാതീയ ചക്രവർത്തി അത് തിരിച്ചറിയാതെ തന്നെ പൂർണ്ണമായ ദൈവശാസ്ത്രം എഴുതി. ദൈവമാണ് ഇത് എന്നതുപോലും അറിയാതെ തന്നെ ഈ ചക്രവർത്തി ക്രൂശിന്റെ പൂർണ്ണമായ ദൈവശാസ്ത്ര വിശദീകരണം എഴുതി. അതിനുശേഷം ആ ചക്രവർത്തി ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? അദ്ദേഹം ഒരു പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിന്റെ കോപം ക്ഷമിക്കാൻ ഒരു വില നൽകപ്പെട്ട് കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന് തോന്നി. ശിഷ്യന്മാർ ഭയന്ന് ഓടിപ്പോയ സമയത്ത് ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ ദൈവം ലോകത്തിന്റെ മറുവശത്തുള്ള ഒരു ചക്രവർത്തിയെ ഉപയോഗിക്കുമായിരുന്നു എന്നതാണ് അത്ഭുതം. എന്നാൽ ഈ സംഭവം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 3 ദിവസത്തിന് ശേഷം, കറക്റ്റ് 3 ദിവസം കഴിഞ്ഞിട്ട് ബിഞ്ചിങ് പ്രവേശന ദിനത്തിന് കീഴിലുള്ള മറ്റൊരു വിചിത്രമായ കുറിപ്പ് നമുക്ക് കാണാൻ പറ്റും. വാർഷിക വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്ന മറ്റൊരു വിചിത്രമായ കുറിപ്പ് നമുക്ക് കാണാൻ പറ്റും. സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു മഴവില്ല് പോലെയുള്ള ഒരു പ്രഭാവലയം ജ്യോതിശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തി. പുരാതന ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള അനുരജ്ഞനത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അത് ഒരു പുതിയ മഹത്തായ യുഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. 3 ദിവസത്തിന് ശേഷം യെരുശലേമിൽ യേശുവിന് വെച്ചിരുന്ന ആ കല്ലറ ശൂന്യമായിരുന്നു. ചൈനയിൽ അനുരജ്ഞനത്തിന്റെ അടയാളമായിട്ട് സൂര്യന് ചുറ്റും ഈ പ്രഭാവലയം പ്രകാശിച്ചു കൊണ്ടിരുന്നു. അതായത് ഷാങ്തി, അവർ വിശ്വസിക്കുന്ന ദൈവം യാഗം സ്വീകരിച്ചിരിക്കുന്നു, മരണം പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവമെന്തോ ഒരു പാശ്ചാത്യ ദൈവമല്ല എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെള്ളക്കാരുടെയോ യൂറോപ്പുകാരുടെയോ ദൈവം മാത്രമല്ല ഇത്. ഇന്ന് ചൈനയിൽ ക്രിസ്തുമതം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അംഗങ്ങളെക്കാളും 10 കോടി ക്രിസ്ത്യാനികൾ കൂടുതലുണ്ടെന്ന് കണക്കുകൾ പറയുന്നു. സർക്കാർ അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്, കുരിശെല്ലാം കത്തിക്കുന്നുണ്ട്, പുരോഹിതന്മാരെ അറസ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പുതിയ വിശ്വാസികളിൽ പലരും പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാവോ? അവർ പറയുന്നത്, ഞങ്ങൾ പാശ്ചാത്യരെ അനുകരിക്കുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോകുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങുന്നു എന്നാണ്. ഞങ്ങളുടെ ചക്രവർത്തിമാർക്ക് അറിയാമായിരുന്നു, ഞങ്ങളുടെ ഭാഷ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, നക്ഷത്രങ്ങൾ അവർ കണ്ടു, യേശുവിൻ്റെ ചരിത്രം ചൈനയുടെ DNA തന്നെ എഴുതിയിരിക്കുന്നു എന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.